ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ ബേസിക് സയൻസിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 1-2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവശ്യമുള്ളവർ STD7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. ഇനി ബേസിക് സയൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. Activity 1 Multiple choice questions. Question 1 Which part of the plant is primarily responsible for photosynthesis? പ്ലാന്റിൻ്റെ ഏത് പാർട്ടാണ് പ്രധാനമായിട്ടും ഫോട്ടോസിന്തസിന്, അതായത് പ്രകാശ സംശ്ലേഷണത്തിന്. പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണല്ലേ ഫോട്ടോസിന്തസിസ്. അതിന് ആവശ്യമുള്ള പാർട്ട് അല്ലെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഭാഗം ഏത്? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ്, ഫ്ലവർ. ഏതാ മക്കളെ? ലീഫാണ് അല്ലേ. ക്വസ്റ്റ്യൻ 2 വാട്ട് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി ഫോർ ദ വാട്ടർ സൈക്കിൾ? വാട്ടർ സൈക്കിളിന് വേണ്ട പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്താണ്? വിൻഡ്, സോളാർ എനർജി, ഓഷ്യൻ കറണ്ട്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് മക്കളെ? സോളാർ എനർജിയാണ് അല്ലേ. വാട്ടർ സൈക്കിൾ നിങ്ങൾക്കറിയാലോ, വാട്ടർ എങ്ങനെ റെയിൻ ആവുന്നു, അങ്ങനെ തിരിച്ച് എങ്ങനെ വീണ്ടും വാട്ടർ സോഴ്സസിലേക്ക് എത്തുന്നു, ആ പ്രോസസ്സ്. അപ്പോൾ അതിന് വേണ്ട മെയിനായിട്ടുള്ള സോഴ്സ് ഓഫ് എനർജി സോളാർ എനർജിയാണ് കേട്ടോ. Question 3 Which of the following methods is used for vegetative propagation in plants like roses and hibiscus? റോസ്, ഹിബിസ്കസ് പോലുള്ള പ്ലാന്റുകളിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാന്റ് പാർട്ട് ഏതാണ്? സീഡ് സോയിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, പോളിനേഷൻ. ഓപ്ഷൻ ബി ഗ്രാഫ്റ്റിംഗ് ആണ് ആൻസർ. Question 4 Which type of energy is converted into electrical energy in a hydroelectric power station? ഹൈഡ്രോഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ, അതായത് വാട്ടറിൽ നിന്ന് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന പവർ സ്റ്റേഷനിൽ എന്ത് എനർജി ട്രാൻസ്ഫർ ആണ് അല്ലെങ്കിൽ എന്ത് എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്? അതായത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ കെമിക്കൽ എനർജി, സോളാർ എനർജി, കൈനറ്റിക് എനർജി, തെർമൽ എനർജി. ഏതാണ് മക്കളെ? കൈനറ്റിക് എനർജിയാണ്. ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളത്തിൽ നിന്നല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ കൈനറ്റിക് എനർജിയാണ് കേട്ടോ. Question 5 Which of the following organisms play a key role in decomposing dead organic matter? ഡെഡ് ഓർഗാനിക് മാറ്ററിൽ, അതായത് ചത്ത വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അതിൽ ഡീകമ്പോസിഷൻ നടക്കുന്നതിന് പ്രധാനമായിട്ടും ഉള്ള റോള് വഹിക്കുന്നത് താഴെ നൽകിയിട്ടുള്ളതിൽ ഏത് ഓർഗാനിസമാണ്? ഹെർബിവോർസ്, കാർണിവോർസ്, ഫഞ്ചൈ, ബേർഡ്സ്. എന്താണ് മക്കളെ? ഫഞ്ചൈ ആണ് കേട്ടോ. ഇനി ആക്ടിവിറ്റി 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. Question 1 Explain the process of hybridization in plants. Provide examples of plants where hybridization is commonly practiced. ഹൈബ്രിഡൈസേഷനെ കുറിച്ച്, പ്ലാന്റ്സിൻ്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ള പ്ലാന്റ്സിൽ നടക്കുന്ന പ്രോസസ്സ്, അതിന് 2 എക്സാമ്പിൾസും. Hybridization is the process of crossing two plants with different characteristics to produce a new variety with desirable traits. For example, hybridization is practiced in crops like wheat and rice to increase yield and disease resistance. 2 വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പ്ലാന്റിൽ, രണ്ടും ചേർന്ന് വരുന്ന ഒരു പ്ലാന്റ് ഉണ്ടാക്കാനായിട്ടുള്ള പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. അതിന് എക്സാമ്പിളാണ് വീറ്റും റൈസും. അതായത് അതിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നുണ്ട്, കൂടുതൽ ഈൽഡിങ് ഉള്ളതും അതുപോലെ ഡിസീസ് റെസിസ്റ്റൻറ്റുമായിട്ടുള്ള 2 പ്ലാന്റ്സ് തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നുണ്ട്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ നൈട്രജൻ സൈക്കിൾ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ അഗ്രികൾച്ചർ. നൈട്രജൻ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതുപോലെ അത് അഗ്രികൾച്ചറിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നും എഴുതുക. The nitrogen cycle involves the conversion of nitrogen in different forms to make it available to plants. ഒരു നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൈട്രജനെ വ്യത്യസ്ത രീതികളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ്. ദ കീ സ്റ്റേജസ്, അതിലുള്ള സ്റ്റേജസ് എന്തൊക്കെയാണ്? നൈട്രജൻ ഫിക്സേഷൻ, കൺവേർട്ടിംഗ് അറ്റ്മോസ്ഫെറിക് നൈട്രജൻ ഇൻറ്റു അമോണിയ. ആദ്യം അറ്റ്മോസ്ഫെറിക് നൈട്രജൻ അമോണിയ ആക്കുന്നു. പിന്നെ നൈട്രിഫിക്കേഷൻ, കൺവേർട്ടിംഗ് അമോണിയ ഇൻറ്റു നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്. പിന്നെ പ്ലാന്റ്സ് അബ്സോർബ് നൈട്രേറ്റ്സ് ടു പ്രൊഡ്യൂസ് പ്രോട്ടീൻ. പ്ലാന്റ്സ് നൈട്രജൻ അബ്സോർബ് ചെയ്യുന്നു, എന്തിന്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അമോണിഫിക്കേഷൻ, ഡീകമ്പോസിഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ റിലീസിങ് അമോണിയ. അതെന്താണ്? ഓർഗാനിക് മാറ്റേഴ്സ് ഡീകമ്പോസ് ചെയ്ത് അമോണിയ റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ദെൻ ഡിനൈട്രിഫിക്കേഷൻ, കൺവേർട്ടിംഗ് നൈട്രേറ്റ്സ് ബാക്ക് ടു അറ്റ്മോസ്ഫെറിക് നൈട്രജൻ. നൈട്രേറ്റ്സ് എന്തായിട്ട് മാറുന്നു? വീണ്ടും അറ്റ്മോസ്ഫെറിക് നൈട്രജനായിട്ട് മാറുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് മക്കളെ? ദ നൈട്രജൻ സൈക്കിൾ ഈസ് വൈറ്റൽ ഫോർ റീപ്ലനിഷിംഗ് സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്നതിൽ നൈട്രജൻ സൈക്കിൾ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
Activity 3. Explain the process of vegetative propagation and provide examples of plants that reproduce through this method. Use a diagram to illustrate layering and grafting methods. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ നടക്കുന്ന പ്രോസസ്സ്, അതുപോലെ അതിനുള്ള പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ്, ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഡയഗ്രാം ഉപയോഗിച്ച് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. Vegetative propagation is the process of growing new plants from parts like stems, roots or leaves. പ്ലാന്റിൻ്റെ സീഡ് അല്ലാത്ത മറ്റു പാർട്സിൽ നിന്ന്, അതായത് സ്റ്റെമ്മ്, റൂട്ട്, ലീഫ് തുടങ്ങിയിട്ടുള്ള പാർട്ടിൽ നിന്നും പുതിയ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും. ലെയറിങ്ങിൽ നോക്കൂ, എന്താണ് ലെയറിങ്? ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, എ ബ്രാഞ്ച് ഈസ് ബെൻഡ് ആൻഡ് ബറീഡ് ഇൻ സോയിൽ വേർ ഇറ്റ് ഫോംസ് റൂട്ട്സ്. ജാസ്മിൻ, ബൊഗൻവില്ല പോലെയൊക്കെയുള്ള പ്ലാന്റ്സിൽ അതിൻ്റെ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മണ്ണിലേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് മണ്ണ് കൊണ്ട് മൂടിയിട്ട് അവിടെ പുതിയ റൂട്ട്സ് ഫോം ചെയ്യുന്നു. ആ റൂട്ട് ഫോം ചെയ്ത ഭാഗം സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് ഗ്രാഫ്റ്റിംഗ് ആണ്. ഇൻ പ്ലാന്റ്സ് ലൈക്ക് റോസസ്, എ പാർട്ട് ഓഫ് വൺ പ്ലാന്റ് ഈസ് അറ്റാച്ച്ഡ് ടു അനദർ ഫോർ ഗ്രോത്ത്. ഒരു പ്ലാന്റിൻ്റെ ഒരു പാർട്ട് മറ്റൊരു പ്ലാന്റിൻ്റെ ഒരു പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു പുതിയ പ്ലാന്റ് വളരാനായിട്ട്. ഈ ലെയറിങ്ങിൻ്റെയും ഗ്രാഫ്റ്റിങ്ങിൻ്റെയും പിക്ചർ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ വരയ്ക്കാവുന്നതാണ്. Activity 4. Describe the adaptations of desert plants and animals that help them survive in arid conditions. Provide examples from the textbook. വരണ്ട പ്രദേശത്ത് വളരുന്ന ജീവികളും പ്ലാന്റ്സും ഒക്കെയാണ് അല്ലേ ഡെസേർട്ടിലുള്ളത്. സോ അവർക്ക് ഒരുപാട് അഡാപ്റ്റേഷൻസ് ഉണ്ട്, അനുകൂലനങ്ങളുണ്ട് ശരീരത്തിൽ. അതെന്തൊക്കെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾസും കൊടുക്കണം. പ്ലാന്റ്സിൻ്റെ നോക്കാം ആദ്യം. ഡെസേർട്ട് പ്ലാന്റ്സ് ലൈക്ക് കാക്ടൈ ഹാവ് തിക്ക് വാക്സി സ്റ്റെംസ് ടു സ്റ്റോർ വാട്ടർ, സ്പൈൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ് ടു റെഡ്യൂസ് വാട്ടർ ലോസ് ആൻഡ് ഷാലോ റൂട്ട്സ് ടു അബ്സോർബ് സർഫസ് മോയ്സ്ചർ ക്വിക്ലി. അപ്പോൾ ഡെസേർട്ടിൽ വളരുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാന്റാണ് കാക്ടസ്. അപ്പോൾ കാക്ടസ് പോലെയുള്ള പ്ലാന്റ്സിന് വളരെ തിക്കായിട്ടും അതുപോലെ ഒരു മെഴുക് ആവരണത്തിലുള്ള സ്റ്റെമ്മാണ് ഉള്ളത്. മെഴുകാവരണത്തിനൊക്കെയുള്ള സ്റ്റെം എന്തിനാണ്? അതിന് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കാൻ. വാട്ടർ പുറത്തേക്ക് സൺലൈറ്റിൽ നിന്ന് പുറത്തേക്ക് അബ്സോർബ് ചെയ്യുന്നത് തടയും. പിന്നെ അതുപോലെ ലീവ്സിന് പകരം മുള്ളുകളാണ് അവയ്ക്കുള്ളത്. അതെന്താണ്? വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഷാലോ റൂട്ട്സ് ആണുള്ളത്. അതെന്തിനാണ്? വളരെ ആഴത്തിൽ മണ്ണിനടിയിലേക്ക് പോയിട്ട് അവിടെ നിന്നും മോയ്സ്ചറും വാട്ടറും അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ആനിമൽസ് നോക്കാം. ഡെസേർട്ട് ആനിമൽസ് ലൈക്ക് ക്യാമൽസ് സ്റ്റോർ ഫാറ്റ് ഇൻ ദെയർ ഹംസ്, ഹാവ് ലോങ് ലെഗ്സ് ടു കീപ് ദെയർ ബോഡി അവേ ഫ്രം ദ ഹോട്ട് ഗ്രൗണ്ട് ആൻഡ് ക്യാൻ സർവൈവ് വിത്ത് ലിറ്റിൽ വാട്ടർ. ക്യാമൽസ്, ഒട്ടകങ്ങൾ പോലുള്ള ജീവികളാണ് അധികവും ഡെസേർട്ടിൽ വളരുന്നത്. അവയ്ക്ക് ഹംസ് ഉണ്ട്, അതായത് അവയ്ക്ക് എന്താ പറയുക, അവയുടെ മുതുകിലിങ്ങനെ കൂന് കണ്ടിട്ടില്ലേ, അതിലവർ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ വളരെ നീണ്ട കാലുകളാണുള്ളത്. അതെന്തിനാണ്? ചൂടുള്ള മണലിലായിരിക്കും, മണൽ ഭയങ്കര ഹോട്ടായിരിക്കും അല്ലേ. അപ്പം അങ്ങനെ ചൂടുള്ള സർഫസിൽ നിന്നും അവയുടെ ശരീരത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കീപ്പ് അവേ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ വളരെ കുറഞ്ഞ വെള്ളം കുടിച്ചിട്ട് തന്നെ അവർക്ക് സർവൈവ് ചെയ്യാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ഡിസ്കസ് ദ റോൾ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. എക്സ്പ്ലെയിൻ ഹൗ സോളാർ എനർജി ഈസ് ഹാർനസ്ഡ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ഓവർ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്. എന്താണ് റിന്യൂവബിൾ എനർജി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ ഇന്നത്തെ കാലത്ത് സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജിയാണ് അല്ലേ. സോ അതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ് എന്താണ് ഓവർ നോൺ റിന്യൂവബിൾ എനർജി. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിനെക്കാട്ടിലും അതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും എഴുതുക. Renewable energy sources like solar energy are sustainable and do not deplete over time. Solar panels capture sunlight and convert it into electricity. എന്താണ് ഈ സോളാർ എനർജി പോലുള്ള റിന്യൂവബിൾ എനർജി സോഴ്സസ് ഒരിക്കലും തീർന്നു പോവില്ല. അപ്പോൾ സോളാർ എനർജിയിൽ എന്താ ചെയ്യുന്നത്? സോളാർ പാനൽസ് ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുകയാണല്ലേ ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. എൻവയൺമെൻ്റലി ഫ്രണ്ട്ലി വിത്ത് നോ ഹാംഫുൾ എമിഷൻസ്. എന്താണ്? വളരെയധികം പാരിസ്ഥിതികമായിട്ട് വളരെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, അതായത് പ്രകൃതിക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല. റെഡ്യൂസസ് ഡിപ്പെൻഡൻസി ഓൺ ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവലുകളെ ആശ്രയിച്ചാണ് മറ്റ് പല എനർജി സോഴ്സും ഉള്ളത് അല്ല. അപ്പോൾ ഈ സോളാർ എനർജി എന്താണ്? ഒരിക്കലും ഫോസിൽ ഫ്യൂവൽസിനെ ആശ്രയിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നു. ദെൻ കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ദ ലോങ് ടേം. ഒരുപാട് ദീർഘകാലത്തേക്ക് നമുക്ക് വളരെയധികം നമുക്ക് കോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. ദീർഘകാലത്തേക്കുള്ള ചിലവ് ചുരുക്കലിന് സോളാർ എനർജി വളരെ നല്ലതാണ്. Activity 6. What are the steps involved in artificial pollination? How does artificial pollination lead to the production of hybrid seeds? Explain with examples from the textbook.
എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷനിൽ ഹൈബ്രിഡ് സീഡ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്, അതിന് എക്സാമ്പിൾസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. Artificial pollination involves manually transferring pollen from the male part, that is anther, to the female part, that is stigma of a flower. മെയിൽ പാർട്ടായിട്ടുള്ള ഫ്ലവറിൻ്റെ മെയിൽ പാർട്ടായിട്ടുള്ള ആന്തറിൽ നിന്ന് ഫീമെയിൽ പാർട്ടായിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് മാനുവലി, അതായത് മനുഷ്യർ നമ്മളുടെ കൈകൾ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ പുതിയ വേറെ തരത്തിലുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഹൈബ്രിഡ് സീഡ്സ് വിത്ത് സ്പെസിഫിക് ട്രേറ്റ്സ്. വ്യത്യസ്ത തരത്തിലുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള രണ്ട് ഫ്ലവേഴ്സിൻ്റെ സീഡ് ഒറ്റ സീഡാക്കി മാറ്റാനാണ് ഈ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ ക്രോപ്സ് ലൈക്ക് ടൊമാറ്റോസ് ആൻഡ് ബ്രിഞ്ചാൾസ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹൈ ഈൽഡ് വെറൈറ്റീസ്. അതിന് എക്സാമ്പിളാണ് പല ടൊമാറ്റോസിലും ബ്രിഞ്ചാൾസിലൊക്കെ നമ്മൾ ഹൈ ഈൽഡിങ് വെറൈറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്നത്. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്